ഹലോ എവ്രിവൺ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അളവുകളും തോതും പാർട്ട് 2 ആണ്. നീളത്തിന്റെ യൂണിറ്റുകൾ മീറ്റർ. ഓക്കെ, 1 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? 10⁻³ മീറ്റർ ആണ് 1 മില്ലിമീറ്റർ. 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത് 10⁻² മീറ്റർ. 1 നാനോമീറ്റർ എന്ന് പറയുന്നത് 10⁻৯ മീറ്റർ. 1 ആസ്ട്രോം എന്ന് പറയുന്നത് 10⁻10 മീറ്റർ ആണ്. 1 ആസ്ട്രോം 10⁻10 മീറ്റർ. ഒരു പ്രകാശവർഷം എന്ന് പറയുന്നത് 9.46 ഇൻറ്റു 10⁻15 എം ആണ്, മീറ്റർ ആണ്. ഒരു പ്രകാശവർഷം എന്ന് പറയുന്നത് 9.46 ഇൻറ്റു 10⁻15 മീറ്റർ. ഒരു പ്രകാശവർഷം 9.46 ഇൻറ്റു 10⁻15 മീറ്റർ. 9.46 ഇൻറ്റു 10⁻15 മീറ്റർ. ഒരു പാർ സെക്കൻഡ് പറഞ്ഞാൽ എന്താ? 3.08 ഇൻറ്റു 10⁻16 മീറ്റർ. ഒരു പാർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 3.08 ഇൻറ്റു 10⁻16 മീറ്റർ. ഒരു പ്രകാശവർഷം എന്ന് പറയുന്നത് 9.46 ഇൻറ്റു 10⁻15 മീറ്റർ. ഒരു കിലോമീറ്റർ എന്ന് പറയുന്നത് 10⁻3 മീറ്റർ. ഒരു മാക്രോമീറ്റർ എന്ന് പറയുന്നത് 10⁻6 മീറ്റർ. നീളത്തിന്റെ വിവിധ അളവുകൾ. ഒരു നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്നത് 1.852 കിലോമീറ്റർ. ഒരു നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്നത് 1.852 കിലോമീറ്റർ. ഒരു ഇഞ്ച് എന്ന് പറയുന്നത് 2.54 സെന്റിമീറ്റർ ആണ്. ഒരു ഇഞ്ച് എന്ന് പറയുന്നത് 2.54 സെന്റിമീറ്റർ. ഒരു ഇഞ്ച് 2.54 സെന്റിമീറ്റർ. ഒരു കുതിരശക്തി എന്ന് പറഞ്ഞാൽ 746 വാട്ടാണ്. ഒരു കുതിരശക്തി എന്ന് പറയുന്നത് 746 വാട്ട്. ഒരു കുതിരശക്തി 746 വാട്ട്. ഓക്കെ, ഒരു പൗണ്ട് എന്ന് പറയുന്നത് 0.45 കിലോഗ്രാം ആണ്. ഒരു പൗണ്ട് എന്ന് പറയുന്നത് 0.45 കിലോഗ്രാം. ഒരു ഹെക്ടർ എന്ന് പറയുന്നത് 2.471 ഏക്കർ ആണ്. ഒരു ഹെക്ടർ 2.471 ഏക്കർ. ഒരു ഫാത്തം എന്ന് പറഞ്ഞാൽ 6 അടിയാണ്. ഒരു ഫാത്തം എന്ന് പറഞ്ഞാൽ 6 അടി. ഒരു ഫാത്തം 6 അടി. ഓക്കെ, ഒരു ഇഞ്ച് എന്ന് പറഞ്ഞാൽ 2.54 സെന്റിമീറ്റർ. ഒരു നോട്ടിക്കൽ മൈൽ 1.852 കിലോമീറ്റർ. ഒരു കുതിരശക്തി 746 വാട്ട്. ഒരു പൗണ്ട് 0.45 കിലോഗ്രാം. ഒരു ഹെക്ടർ 2.471 ഏക്കർ. ഒരു ഫാത്തം എന്ന് പറഞ്ഞാൽ 6 അടി. അടുത്തത് മാസ് ആണ്. മാസ് അടിസ്ഥാന യൂണിറ്റ് കെ ജി ആണ്. കെ ജി അടിസ്ഥാന യൂണിറ്റ് കെ ജി. ഒരു എം ജി എത്രയാണ്? ഒരു എം ജി എന്ന് പറഞ്ഞാൽ 10⁻⁻6 കെ ജി ആണ്. ഒരു എം ജി എന്ന് പറഞ്ഞാൽ 10⁻⁻6 കെ ജി. ഒരു ഗ്രാം എന്ന് പറഞ്ഞാൽ 10⁻3 കെ ജി. വലിയ യൂണിറ്റ് 1 കിൻഡൽ. 1 കിൻഡൽ ഈസ് ഈക്വൽ ടു 100 കെ ജി ആണ്. 1 കിൻഡൽ എന്ന് പറഞ്ഞാൽ 100 കെ ജി ആണ്. ഒരു കിൻഡൽ എന്ന് പറയുന്നത് 100 കിലോഗ്രാം ആണ്. ഒരു ടൺ എന്ന് പറഞ്ഞാലോ 1000 കിലോഗ്രാം ആണ്. ഒരു കിൻഡൽ എന്ന് പറഞ്ഞാൽ 100 കിലോഗ്രാം. ഒരു ടൺ എന്ന് പറഞ്ഞാൽ 1000 കിലോഗ്രാം. സമയത്തിന്റെ അളവുകളാണ് നെക്സ്റ്റ് ടോപ്പിക്. സമയത്തിന്റെ അളവുകൾ. അടിസ്ഥാന യൂണിറ്റ് സെക്കൻഡ് ആണ്. 60 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 1 മിനിറ്റ് ആണ്. 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറാണ്. ഒരു മീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് കൃത്യമായി അളക്കാവുന്ന കുറഞ്ഞ നീളത്തെ വിളിക്കുന്നത് ലീസ്റ്റ് കൗണ്ട്. 1 മീറ്റർ സ്കെയിൽ ലീസ്റ്റ് കൗണ്ട് 1 mm. ഒരു മീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് കൃത്യമായി അളക്കാവുന്ന കുറഞ്ഞ നീളത്തെ വിളിക്കുന്നത് ലീസ്റ്റ് കൗണ്ട്. 1 മീറ്റർ സ്കെയിൽ ലീസ്റ്റ് കൗണ്ട് 1 mm. ഒരു നട്ടുച്ച മുതൽ അടുത്ത നട്ടുച്ച വരെയുള്ള സമയമാണ് എത്രയാണ്? 8:6:4:00 സെക്കൻഡ് ആണ്. അതിനെ സോളാർ ദിനം എന്ന് വിളിക്കുന്നു. ഓക്കെ, ഒരു നട്ടുച്ച മുതൽ അടുത്ത നട്ടുച്ച വരെയുള്ള സമയമാണ് സോളാർ ദിനം. 8:6:4:00 സെക്കൻഡ്. 24 × 60 × 60. മുളകിന്റെ എരിവ് അളക്കാനുള്ള ഏകകം സ്കോവിൽ സ്കെയിലാണ്. സ്കോവിൽ സ്കെയില്. മുളകിന്റെ എരിവ് അളക്കാനുള്ള ഏകകം സ്കോവിൽ സ്കെയില്. ഗ്രഹങ്ങളിലേക്കും നക്ഷത്രങ്ങളിലേക്കുമുള്ള ദൂരം ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ്. ഗ്രഹങ്ങളിലേക്കും നക്ഷത്രങ്ങളിലേക്കുമുള്ള ദൂരം ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. ശൂന്യതയിലുള്ള പ്രകാശ വേഗത 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ശൂന്യതയിലേക്കുള്ള പ്രകാശ വേഗത എന്ന് പറയുന്നത് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. അളവുകളും യൂണിറ്റുകളും. ആവൃത്തി യൂണിറ്റ് എന്താ? ഹെർട്സ് ആണ്. ഹെർട്സ് HZ. കാന്തിക ഫ്ലക്സിന്റെ യൂണിറ്റ് എന്താണ്? കാന്തിക ഫ്ലക്സിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വെബർ ആണ്. വെബർ. കാന്തിക ഫ്ലക്സ് വെബർ. വൈദ്യുത ചാർജ് കൂളോം ആണ് യൂണിറ്റ്.
ചാലകതയുടെ യൂണിറ്റ് സീമെൻസ് ആണ്, സീമെൻസ്. ഇൻഡക്റ്റൻസിന്റെ യൂണിറ്റ് എന്താണ്? ഹെൻറി ആണ്, ഹെൻറി. ദൂരം സ്ഥാനാന്തരത്തിന്റെ യൂണിറ്റ് മീറ്റർ ആണ്, സ്മോൾ എം ആണ്, സ്മോൾ എം. പ്രവേഗം, വേഗത ഇവയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. ത്വരണം ആക്സിലറേഷന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്, m/s². പ്രവൃത്തി, ഊർജം, താപം ഇവയുടെ താപം ഇവയുടെ യൂണിറ്റ് ജൂൾ ആണ്. പവറിന്റെ യൂണിറ്റ് വാട്ട് ആണ്. തരംഗദൈർഘ്യത്തിന്റെ യൂണിറ്റ് സ്മോൾ എം ആണ്, സ്മോൾ എം. പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന്റെ യൂണിറ്റ് സ്മോൾ വി ആണ്, പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന്റെ യൂണിറ്റ് സ്മോൾ വി. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓം ആണ്, ഓം. റെസിസ്റ്റിവിറ്റിന്റെ യൂണിറ്റ് ഓം, പിന്നെ അതേപോലെ സ്മോൾ എമ്മും റെസിസ്റ്റിവിറ്റി. കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് എന്താണ്? ഫാരഡ് ആണ്, ഫാരഡ്. കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് ഫാരഡ്. ഇൻഡക്റ്റൻസിന്റെ യൂണിറ്റ് ഹെൻറി. ചാലകതയുടെ യൂണിറ്റ് സീമെൻസ്. വൈദ്യുത ചാർജിന്റെ യൂണിറ്റ് കൂളോം. കാന്തിക ഫ്ലക്സിന്റെ യൂണിറ്റ് വെബർ. ആവൃത്തിയുടെ യൂണിറ്റ് ഹെർട്സ്. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിംഗ് മീ. വിൽ സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.